മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്നൊരടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നമുക്ക് കഥയിലേക്ക് പോകാം. അലീന ബാലചന്ദ്രൻ്റെ വീട് വിട്ടിറങ്ങിയതിന് ശേഷം ആ വീട് വല്ലാത്തൊരവസ്ഥയിലാണ്. ആരും പരസ്പരം തമ്മിൽ സംസാരിക്കാതെയായി. ആർക്കും ഭക്ഷണം പോലും വേണ്ടാത്തൊരവസ്ഥ. ബാലചന്ദ്രൻ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു. വീട്ടിൽ നിന്നും മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലാണ്. ബബിതയും കൃഷ്ണമോളുടെയും അവസ്ഥയും അങ്ങനെ തന്നെ. രണ്ടുപേരും കൂടി കിച്ചണിൽ കയറുന്നുണ്ട്. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൻറ്റിക്കൊപ്പം നിന്ന് അവർ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭക്ഷണമൊന്നും കഴിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ പറയുന്നത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ പോലും ചേച്ചിയുടെ സാമീപ്യം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ്. എന്നാൽ ഗോവർദ്ധനൻ വഴക്ക് പറയുമ്പോൾ ബാലചന്ദ്രൻ പുറത്തുനിന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയും മെഡിസിൻ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അലീന ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ അച്ഛനെ വഴക്ക് പറയുന്നുണ്ട്. അച്ഛൻ എന്തിനാ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതൊക്കെ നടക്കുന്നത്? വീട്ടിലെ ബബിതയും കൃഷ്ണമോളും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അച്ഛൻ കഴിക്കാതെ അങ്ങനെ പോകുന്നത് കണ്ടിട്ടാണ് അവരും അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അലീനയും വഴക്കൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പതിയെ പതിയെ എല്ലാം ശരിയായിക്കോളും. ഡൈനിങ് ടേബിളിൽ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് അതൊഴിവാക്കി ഇങ്ങനെ പോരുന്നതെന്നൊക്കെ. അലീന തൻ്റെ സഹോദരിമാരെയും അച്ഛനെയും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവരെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ വൈജയുടെ അവസ്ഥ വളരെ മോശം തന്നെയാണ്. വൈജയന്തിക്ക് തൻ്റെ മകളാണെന്നറിഞ്ഞതിന് ശേഷം അലീനയെ നിഷേധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ കൂടെയുള്ളപ്പോൾ ഒന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ എന്നൊരു സമാധാനമുണ്ടായിരുന്നു വൈജയന്തിക്ക്. അതുകൊണ്ട് തന്നെയാണ് താൻ ബാലചന്ദ്രൻ പറഞ്ഞ എല്ലാ കണ്ടീഷനുകളും അനുസരിച്ചുകൊണ്ട് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നു പോന്നത്. തൻ്റെ മകളെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ എന്നോർത്തിട്ട്. എന്നാൽ വൈജയന്തിക്കിപ്പോൾ അതിനു പോലും കഴിയാത്ത അവസ്ഥയാണ്. വിശേഷങ്ങളെങ്കിലും ഒന്ന് ചോദിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഒരു പരിചയവുമില്ലാത്ത ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെയുള്ളവർ എങ്ങനെയൊക്കെയാണ് അവളോട് പെരുമാറുന്നതെന്ന് പോലും ഒന്നറിയാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് വൈജയന്തിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അവളോട് അവർ ക്രൂരമായിട്ടാണോ പെരുമാറുന്നത്? സ്റ്റാൻലിക്ക് ഭാര്യയുണ്ടെന്ന് പറഞ്ഞു. ആ സ്ത്രീ ഇനി അവളെ ഉപദ്രവിക്കോ എന്നൊക്കെയായിരുന്നു വൈജയന്തിയുടെ ചിന്ത. ഇതേ സമയം വൈജയന്തിക്ക് മനസ്സിലൊരു ചിന്ത കയറിക്കൊടുകയാണ്. മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം. പറ്റുമെങ്കിൽ അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മനുവിനോട് അവളെ ഒന്ന് കോൺഫറൻസ് കോളിൽ ഇട്ടെങ്കിലും എനിക്ക് ആ ശബ്ദമെങ്കിലും ഒന്ന് കേൾപ്പിച്ച് തരാമെന്നൊക്കെ പറയാമെന്ന് കരുതി മനുവിനെ വിളിക്കുന്നുണ്ട് വൈജയന്തി. മനുവിൻ്റെ ഫോണിലേക്ക് വൈജയന്തിയുടെ കോള് വന്നപ്പോൾ തന്നെ മനുവിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം ആൻറ്റി എപ്പോൾ വിളിച്ചാലും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കുമല്ലോ വിളിക്കുക. അതായിരുന്നു മനുവിൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നുകൂടിയത്. മനു ഉടനെ തന്നെ ആൻറ്റിയോട് ചോദിക്കുന്നതും അങ്ങനെ തന്നെ ആയിരുന്നു. എന്താണ് ആൻറ്റി, നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഇനി പുതിയ ബോംബെങ്ങാനും ആൻറ്റി ഇട്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, മനു നീനിക്ക് കുറച്ച് കൂടുതലാണ് ഈ ഇടയായിട്ട് എന്നെ ഈ കളിയാക്കൽ. ഞാനെന്താടാ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്നാണോ നീ കരുതി വച്ചിരിക്കുന്നത്? തെറ്റിദ്ധാരണകളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് തന്നെയാണ് മനു. അതൊക്കെ നീങ്ങുമ്പോൾ എല്ലാം ശരിയാവുകയും ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊന്നും ശരിയാവുന്നില്ലെന്ന് മാത്രം. തെറ്റിദ്ധാരണകളൊക്കെ മാറി എല്ലാവരും ഒന്നായി, ഞാൻ മാത്രം പുറത്ത്. അല്ലേ മനു? നിനക്കും അതറിയാവുന്നതാണല്ലോ. ആൻറ്റി, ഇതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമേ ആയിരുന്നോ? ഇതൊക്കെ കുറേ സത്യാവസ്ഥ കൂടിയാണല്ലോ. ആൻറ്റിക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ അതൊക്കെ. ബാലചന്ദ്രൻ അങ്കിളിൻ്റെ ഒരു ബന്ധത്തിലുണ്ടായ മകളാണ് അലീന എന്നറിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരുന്നത്? ആൻറ്റിയുടെ 2 മക്കളെയും ഇടവും വലവും നിർത്തിയിട്ട് എന്തൊക്കെയായിരുന്നു അങ്കിളിന് നേരെ ഉണ്ടായിരുന്ന യുദ്ധം? ആൻറ്റി എല്ലാം മറന്നുപോയോ? എങ്കിലേ ആരും ഒന്നും മറക്കില്ല ആൻറ്റി. അതുകൂടി ആൻറ്റി ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതാ. എൻ്റെ പൊന്നു മനു, നീയും കൂടി എന്നോട് ഇങ്ങനെ യുദ്ധം വെട്ടല്ലേ. ഞാൻ നിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി വിളിച്ചതാ. ആൻറ്റിക്ക് എൻ്റെ സഹായമോ? അതെന്താ? വേറൊന്നുമല്ല, അലീന ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ 2 ദിവസമായില്ലേ. അവളുടെ അവിടുത്തെ അവസ്ഥയൊക്കെ എന്താണെന്നറിയാതെ ഒരു സമാധാനമില്ല. അതൊന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു.
അവിടെ ഇപ്പം എന്താ പറയാനുള്ളത്? അവിടെ കുഴപ്പമൊന്നുമില്ല ആൻറ്റി. എന്നെ അലീന വിളിച്ചിരുന്നു, ഒരു വട്ടം വിളിച്ചിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇന്നെന്തോ അവിടെ അവരുടെ പപ്പയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ സ്വീകരിക്കുന്ന തിരക്കിലായിരിക്കാം. ഇന്നെന്തായാലും എന്നെ വിളിച്ചിട്ടില്ലെന്ന് മനു പറയുകയാണ്. വൈജ അപ്പോൾ മനുവിന് നേരെ തൻ്റെ ആവശ്യം ഉന്നയിക്കുകയാണ്. വൈജ പറയുന്നുണ്ട്, മനു, ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് വേറെ ഒന്നിനുമല്ല. നിനക്ക് എൻ്റെ അവസ്ഥ അറിയാലോ. ഞാൻ അവളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൂടാതെ അവളുടെ ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു മനു. നീ ഒന്ന് അവളെ വിളിക്കോ? എന്നെയും കൂടി ഒന്ന് കോൺഫറൻസ് കോളിൽ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാമല്ലോ എന്ന് മനുവിനോട് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റിക്ക് ഇത് എന്നോട് എങ്ങനെയാണ് ചോദിക്കാൻ തോന്നിയത്? ആൻറ്റി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, ഞാൻ അങ്കിളിൻ്റെ ഭാഗത്താണെന്ന്. ആൻറ്റി എൻ്റെ സ്വന്തമാണെങ്കിലും ഞാൻ അങ്കിളിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നതെന്നും അങ്കിളിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് കാര്യം ചെയ്തു കൊടുക്കുന്നതെന്നും ഒരു 100 വട്ടം ആൻറ്റി പറഞ്ഞിട്ടുള്ള ആളാണ്. ആൻറ്റി തന്നെയാണോ എന്നോട് ഈ ചോദിക്കുന്നത്? എങ്കിലേ ആൻറ്റിക്ക് തെറ്റി. ഞാനത് ചെയ്തു തരില്ല ആൻറ്റി. കാരണം അങ്കിള് നിഷേധിക്കപ്പെട്ടതൊന്നും ഞാനായിട്ട് കൂട്ടിച്ചേർക്കാൻ നോക്കൂല. അങ്കിളെ അവിടെ തോറ്റു പോകുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആ മനുഷ്യൻ ഒരിടത്തെങ്കിലും ഒന്ന് ജയിച്ച് നിന്നോട്ടെ ആൻറ്റി. നിങ്ങളെല്ലാവരും കൂടി ചവിട്ടിത്താഴ്ത്തിയിട്ടതല്ലേ. ആരെ പറയാൻ, കൊല്ലപ്പള്ളി വീട്ടിലെയാണ് ഞാനെങ്കിൽ കൂടി ആ ഭാഗം എൻ്റെയും കൂടിയാണല്ലോ. അതായത് അങ്കിളിനെ ചതിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും പെടുമെന്ന് തന്നെ. പക്ഷേ ഒരിക്കൽ പോലും അങ്കിള് ആ ശത്രുത നിങ്ങളോട് ആരോടും കാണിക്കുന്നില്ല, ആൻറ്റിയോടൊഴിച്ച്. ആൻറ്റിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി. ആൻറ്റിയുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റുകളൊക്കെ ആൻറ്റി ഒരു കുഴി കുത്തി ആ കുഴിയിലിട്ട് താൽക്കാലികമായി മൂടിയിട്ടായിരുന്നു ആൻറ്റി ജീവിച്ചു പോന്നത്. ആ തെറ്റുകളിലൂടെയൊക്കെ ആൻറ്റി എപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുകയെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ആൻറ്റി ഇത്രയ്ക്ക് അധംപതിച്ചു പോവില്ലായിരുന്നു. കാരണം അലീന വന്നതിന് ശേഷമാണ് എനിക്കുള്ള ഒരേ ഒരു ആൻറ്റിയിൽ ഇത്രയ്ക്ക് ക്രൂരതകളുണ്ടെന്ന് ഞാൻ അറിയുന്നത്. ആൻറ്റിയുടെ നല്ല സമയത്ത് ആൻറ്റിക്ക് പറ്റിപ്പോയ ഒരു തെറ്റ്, അത് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എനിക്കുണ്ട് ആൻറ്റി. പക്ഷേ അതിന് ശേഷം അലീന നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം ആൻറ്റിയിലെ ഓരോ ക്രൂരഭാവങ്ങളും ഞാൻ കണ്ടിരുന്നു. അതൊക്കെ പെട്ടെന്ന് മറന്നു കളയാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഒരു ക്രിമിനൽ ചിന്താഗതിയുള്ള ഒരാൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ആൻറ്റിയിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. സാധാരണ ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമല്ലോ എന്ന് പോലും എനിക്ക് അതിശയമാണ് ഉണ്ടായത്. നീ എന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണോ മനു? ഞാനൊന്നും മറന്നിട്ടില്ല. എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത്. അതിപ്പോൾ അതിലും വലിയ മോശാവസ്ഥയിലേക്കാണല്ലോ നീ എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആൻറ്റി എന്തായാലും എന്നിൽ നിന്നും ഇങ്ങനെ ഒരു സഹായം ആൻറ്റി പ്രതീക്ഷിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, അലീന എന്നെ വിളിച്ചിരുന്നു. അവൾക്കവിടെ ഒരു കുഴപ്പമില്ലാതെ തന്നെ നിൽക്കുകയാണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ആൻറ്റി. ഞാനേ ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. ശരിയെന്നാൽ ഞാൻ ആൻറ്റിയെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മനു കോള് കട്ട് ചെയ്യുന്നുണ്ട്. വൈജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. തന്നെ സഹായിക്കാൻ ഒരാൾ പോലും ഇല്ലല്ലോ. മനുവിനെങ്കിലും ഒരല്പം അലിവ് തന്നോടുണ്ടാവുമെന്ന് വൈജ പ്രതീക്ഷിച്ചിരുന്നു. ആ വാതിലും അടഞ്ഞു എന്ന് മനസ്സിലാക്കി വൈജ വല്ലാത്ത വിഷമത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇതേ സമയം അങ്ങ് സ്റ്റാൻലിയുടെ വീട്ടിൽ സ്റ്റാൻലിയുടെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അവരുമായിട്ട് സ്റ്റാൻലി സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാൻലിയുടെ അച്ഛന് അലീനയുടെ കാര്യത്തിൽ തോന്നിയ സംശയങ്ങളൊക്കെ സ്റ്റാൻലിയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. സ്റ്റാൻലി ഉടനെ തന്നെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഒന്ന് ഫ്രീ ആയിരുന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പച്ചനോട് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ സ്റ്റാൻലി അപ്പച്ചനോട് പറയുകയാണ്. അപ്പച്ചന് വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട്. ഇവൻ എന്താണ് തന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് എന്തൊക്കെയോ സംശയങ്ങളും തോന്നുന്നുണ്ട്. കാരണം അലീനയുടെ കാര്യത്തിൽ ഇത്രയും കാലം തൻ്റെ മകന് കണ്ടിട്ടില്ലാത്തൊരു കൂട്ടുകാരനെ കുറിച്ചിട്ടാണ് അവൻ പറയുന്നത്. അയാളുടെ പ്രായപൂർത്തിയായ കല്യാണപ്രായം എത്തി നിൽക്കുന്ന മകളെ കുറച്ച് ദിവസത്തേക്ക് ഇവിടേക്ക് പറഞ്ഞു വിടണമെങ്കിൽ മാത്രം സൗഹൃദം
അവർ തമ്മിലുണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും അത് താനും അറിയുമായിരുന്നു എന്നൊക്കെ സ്റ്റാൻലിയുടെ അപ്പച്ചൻ ചിന്തിക്കുകയാണ്. സ്റ്റാൻലി അപ്പച്ചനോടും ആൻസിയോടും അമ്മച്ചിയോടുമായി പറയുന്നുണ്ട്, അപ്പച്ച, ഞാൻ ഗാർഡനിലുണ്ടാകും. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി. ആൻസിയോടും പറയാണ്, ആൻസി വരുമ്പോൾ അലീനയെ കൂടി വിളിച്ചേക്കണേ എന്ന്. പറഞ്ഞ പോലെ തന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് സ്റ്റാൻലി ഗാർഡനിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അപ്പച്ചൻ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സ്റ്റാൻലിയോടായി അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലി, നിന്നോട് ഒരുപാട് ഉപദേശിക്കാനൊന്നും ഇനി ഞാൻ ആളല്ല. കാരണം നിങ്ങൾക്ക് എന്നെക്കാളും വിദ്യാഭ്യാസമുണ്ട്, ലോകപരിചയമുണ്ട്. എൻ്റെ മറ്റു മക്കളെക്കാളേറെ ലോകം കണ്ടവനാണ് നീ. നീയൊരു പട്ടാളക്കാരനാണ്. ഒരുപാട് ജീവിതങ്ങളും നീ പഠിച്ചവനാണ്. നിന്നോട് ഉപദേശിക്കാൻ മാത്രം ഈ അപ്പച്ചൻ ആളല്ല. പക്ഷേ എങ്കിലും നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ. കുടുംബജീവിതത്തിൽ നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്ന കാര്യങ്ങൾ പിന്നീട് അറിയുമ്പോൾ അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഉടനെ തന്നെ തുറന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ ഉദ്ദേശിച്ചത് ഞാൻ ആൻസിയിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെന്നാണോ? ആൻസിയുടെ മുഖഭാവത്തിൽ നിന്നിട്ടും അപ്പച്ചന് അങ്ങനെയാണോ തോന്നിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ ഇത്രയും കാലമായിട്ടും ഞാനൊരു പ്രശ്നവും കണ്ടിട്ടില്ല. ഇനി നീയായിട്ട് അതുണ്ടാക്കരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞതെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവൾക്ക് തന്നെയാണ് അപ്പച്ച. അതിൻ്റെ കാരണം കൂടി ഞാൻ അപ്പച്ചനോട് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി അപ്പച്ചനോട് പറയുന്നുണ്ട്, അപ്പച്ചൻ ഇരിക്കെ, ഇപ്പോൾ ആൻസിയും അലീനയും അമ്മച്ചിയും കൂടിയും വരുമെന്ന്. അപ്പോൾ സ്റ്റാൻലിയോട് അപ്പച്ചൻ ചോദിക്കുകയാണ്, ഞാനും നീയും അമ്മച്ചിയും ആൻസിയും സംസാരിക്കുന്നിടത്ത് അലീനയെ വിളിച്ചിരുത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പച്ചന് ഈ ചോദ്യങ്ങൾക്കെല്ലാത്തിനുമുള്ള ഒരു ഉത്തരം ഞാനിപ്പോൾ പറഞ്ഞു തരാം. അവരും കൂടി ഒന്ന് വന്നോട്ടെ എന്ന് പറയുകയാണ്. ഇതേസമയം സ്റ്റാൻലി പറഞ്ഞ പോലെ തന്നെ ആൻസിയും അമ്മച്ചിയും അലീനയും കൂടി അവരിയ്ക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. ഇവരോടായിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇങ്ങോട്ടിരിക്കേ എല്ലാവരും കൂടി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സംസാരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അലീനയുടെ അരികത്തേക്കായിട്ട് സ്റ്റാൻലി എഴുന്നേറ്റ് ചെന്നിട്ട് അലീനയുടെ ഷോൾഡറിൽ പിടിച്ച് തൻ്റെ അരികിലേക്കായി ചേർത്തിയിരുത്തിയിട്ട് അപ്പച്ചനോട് പറയുകയാണ്, അപ്പച്ച, ഇത് എൻ്റെ മകളാണ്. അപ്പച്ചനോട് എനിക്കിത് പറയുന്നതിൽ വിഷമമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇത്രയും കാലം ഞാൻ അറിയാതെ പോയതും അപ്പച്ചനോട് പറയാതെ പോയതുമായിട്ടുള്ള കുറേ കഥകളിപ്പോൾ അപ്പച്ചനോട് പറയേണ്ടി വരുമല്ലോ എന്നോർത്തിട്ട് തന്നെയാണ്. അപ്പച്ചൻ അവിടെ നിന്നും ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് സ്റ്റാൻലിയോടായി ചോദിക്കുന്നുണ്ട്, നീ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്? നിൻ്റെ മകളാണെന്നോ? അതോ നീ മകളായി അംഗീകരിക്കാൻ പോവുകയാണെന്നോ? എന്താ നീ ഉദ്ദേശിച്ചത്? രണ്ടും അങ്ങനെ തന്നെയാണ് അപ്പച്ച. ഒന്ന്, ഇവളെൻ്റെ മകളാണ്. അത് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരും അംഗീകരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. അല്ലെങ്കിലും ഇത് തള്ളിക്കളയാൻ പറ്റുന്ന ബന്ധമല്ലല്ലോ. എൻ്റെ രക്തമാണ്, അപ്പച്ചൻ്റെ മൂത്ത പേരക്കുട്ടിയുമാണ്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് അപ്പച്ചനോട് പറഞ്ഞു തരേണ്ടത്? പിന്നെ അതിന് പിന്നിലെ കഥ അതുകൂടി ഞാൻ അപ്പച്ചന് പറഞ്ഞു തരാം. അത് കേട്ടതും സ്റ്റാൻലിയുടെ അപ്പച്ചൻ വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും കാലമില്ലാത്ത ഒരു മകളും ബന്ധവും പറഞ്ഞ് എൻ്റെ മുമ്പിലേക്ക് വരാൻ നിനക്ക് എത്രത്തോളം ധൈര്യമുണ്ടായിട്ട് വേണം? 23 വയസ്സ് 25 വയസ്സായ ഒരു പെൺകുട്ടിയെ കാണിച്ചു തന്നിട്ട് നിൻ്റെ മകളാണെന്ന് പറയുമ്പോൾ ഞാനത് അംഗീകരിക്കണമെന്നാണോ നീ പറയുന്നത്? നീ എന്തൊക്കെയാണ് സ്റ്റാൻലി പറയുന്നത്? നമ്മുടെ കുടുംബ മഹിമ, പള്ളിയിലെ പേര്, ഇതൊക്കെ നീ കളഞ്ഞു പൊളിക്കാനുള്ള ഭാവമാണോ? ഈ നാട്ടിലൊക്കെ നിന്നെക്കുറിച്ചിട്ട് എത്ര നല്ല അഭിപ്രായമാണെന്ന് നിനക്കറിയോ? കേണലായ നിൻ്റെ അപ്പച്ചനാണെന്ന് പറയുമ്പോൾ ഒരു തലപ്പൊക്കം സ്വയമായിട്ട് വരുത്തുന്ന ഒരാളായിരുന്നു നിൻ്റെ ഈ അപ്പച്ചൻ. നീയാണോ എന്നെ നാട്ടുകാരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കാൻ ശ്രമിക്കുന്നത്? നീ എന്തൊക്കെ പ്രാന്തുകളാണ് ഈ വിളിച്ച് പറയുന്നത്? നിനക്ക് 2 ആൺമക്കളാണ്, അത് ഞാൻ സമ്മതിക്കാം. നിനക്കൊരു പെൺകുഞ്ഞിനെ വേണമെന്നുള്ളത് നിൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹമാണെന്നും എനിക്കറിയാം. പക്ഷെ കർത്താവ് തരുന്നതാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്. അതല്ല ഇവളെ നിനക്ക്
ദത്തെടുക്കണമെന്നുണ്ടെങ്കിലും ഈ അപ്പച്ചൻ സമ്മതിക്കാം. പക്ഷേ നീ അതിന് വേണ്ടിയിട്ട് ഈ ഇല്ലാത്ത കഥകൾ നിന്നെക്കുറിച്ച് പറഞ്ഞാൽ, അതുകൂടി അപ്പച്ചൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ വിശ്വസിക്കില്ല സ്റ്റാൻലി. അതൊരിക്കലുമില്ല. ഈ വയസ്സായ കാലത്ത് നീ എന്നെ ബുദ്ധിമുട്ടിക്കാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ എൻ്റെ മരണം കൊണ്ടും ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്താൽ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയുടെ അപ്പച്ചൻ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. സ്റ്റാൻലി അപ്പച്ചൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അപ്പച്ചൻ്റെ തോളിലൊക്കെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അപ്പച്ചൻ ആ കൈകളൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. അമ്മച്ചി ഇരുന്നിട്ട് പറയുന്നുണ്ട്, എന്നതാടി കൊച്ചെ ഈ കേൾക്കുന്നതൊക്കെയെന്ന് ആൻസിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആൻസി അമ്മച്ചിയുടെ തോളിലൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് പറയുന്നുണ്ട്, എല്ലാം പറഞ്ഞു തരാം അമ്മച്ചി എന്ന്. അപ്പോൾ അമ്മച്ചിയും പറഞ്ഞ് കരയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇത്രയും കാലം മക്കളും അവരുടെ മക്കളും ഭാര്യമാരും ഒക്കെ സന്തോഷത്തോട് ജീവിക്കുന്നത് കണ്ടിട്ട് സന്തോഷം കൊണ്ടും പലപ്പോഴും കണ്ണ് നിറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നെ ഇതും കൂടിയും കാണാനാണോ കർത്താവേ ഇങ്ങനെ ജീവനോട് കൂടി ഇട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മച്ചിയും കരയാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന അലീനയുടെ മാനസികാവസ്ഥ വല്ലാതെയായിരുന്നു. അലീന ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഇതിനേക്കാളും അപ്പുറത്തേക്ക്. സ്റ്റാൻലിയോടായിട്ട് അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമുണ്ടോ സ്റ്റാൻലി? നിന്നോളം വളർന്ന നിൻ്റെ 2 ആൺമക്കളാണ് അവിടെയുള്ളത്. അവരോടൊക്കെ നീ എന്താണ് ഇതിന് മറുപടി പറയാൻ പോകുന്നത്? നിൻ്റെ പഴയകാല കഥ എന്നോടിപ്പോൾ പറയാമെന്ന് പറഞ്ഞ പോലെ നീ അവരോടും ചെന്നിരുന്ന് പറയുമോ ഇതൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല മോനെ, നീ എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന്. സ്റ്റാൻലി 2 കൈകളും അപ്പച്ചൻ്റെ മുന്നിലേക്ക് കൂപ്പി നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് അപ്പച്ചൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള മാനസികാവസ്ഥയെങ്കിലും കാണിക്കണം. എന്നാൽ അപ്പച്ചൻ അലീനയ്ക്ക് നേരെ തിരിയുകയാണ്. അലീനയോടായ അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്നതാടി കൊച്ചെ ഈ കേൾക്കുന്നത്? നീ എവിടെ നിന്നാണിപ്പോൾ ഈ വന്നിരിക്കുന്നത്? ഈ കുടുംബം കലക്കി കുളം തോണ്ടി ഞങ്ങളുടെ കുടുംബമഹിമയൊക്കെ കാറ്റി പറത്താനാണോ നീ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. സ്റ്റാൻലി ചെന്നിട്ട് അപ്പച്ചനെ തടുക്കുന്നുണ്ട്. അപ്പച്ച, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അവളൊന്നും പറയരുത്. അവൾ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്. അവൾക്ക് അല്പം പോലും ഈ വീട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ സ്റ്റാൻലിയുടെ അപ്പച്ചൻ അതൊന്നും കേൾക്കാതെ അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സ്വത്തും പണവും ആഗ്രഹിച്ചാണ് നീ ഞങ്ങളുടെ തറവാട്ടിലേക്ക് കയറി വന്നിരിക്കുന്നതെങ്കിൽ നീ ആഗ്രഹിക്കുന്നതിനേക്കാളും നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവൻ്റെ അപ്പച്ചനായ ഞാൻ തരും നിൻ്റെ അക്കൗണ്ടിലേക്ക്. അതല്ല, നിനക്ക് എവിടെയെങ്കിലും ഭൂമിയോ സ്വത്തോ എന്താണ് മേടിക്കേണ്ടതെന്ന് നീ ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി. ഒരാളുടെ കയ്യിൽ നിന്നും എടുക്കാതെ അതൊക്കെ ഈ അപ്പച്ചൻ, അവൻ്റെ ഈ അപ്പച്ചന് വാങ്ങിത്തരാനുള്ള കഴിവ് ഇപ്പോഴുമുണ്ട്. പക്ഷേ നീ ഇവിടെ നിന്ന് ഈ നിമിഷം ഇറങ്ങിത്തരണമെന്ന് പറയുകയാണ്. അലീന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 കൈകളും നീട്ടിക്കൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് പറയുകയാണ്, ഒരിക്കലും ഞാൻ ഇതൊന്നും ആഗ്രഹിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടില്ല. എൻ്റെ ജീവിതം ഒരു അനാഥാലയത്തിലായിരുന്നു ഈ കഴിഞ്ഞ 23 വർഷത്തോളം. അതിനപ്പുറത്തേക്കൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇടുന്നതും ഉടുക്കുന്നതുമായ വസ്ത്രങ്ങൾ പോലും മറ്റുള്ളവർ ഇട്ടുപേക്ഷിച്ചതാണ്. മറ്റുള്ളവരിൽ നിന്നും അതൊക്കെ സ്വീകരിക്കുമ്പോൾ അത് കീറാത്തതായിരിക്കണേ എന്ന് മാത്രമായിരുന്നു അന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ആഗ്രഹിച്ചിട്ടില്ല. എന്നോടാണോ സ്വത്തും പണവും വേണമെന്ന് ചോദിക്കുന്നത്? ഈ വീട്ടിലേക്ക് ഒരിക്കലും കയറി വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. പണ്ടെപ്പോഴോ ആഗ്രഹിച്ചിട്ടുണ്ട്. പണ്ടെപ്പോഴോ അല്ല, ഓരോ സമയവും ഉറങ്ങാൻ നേരത്ത് കൊന്ത വരയ്ക്കുന്ന സമയത്ത് ചിന്തിച്ചു പോയിട്ടുണ്ട്, തന്നെ പിറപ്പിച്ച അച്ഛനെയും തന്നെ നൊന്ത് പ്രസവിച്ച അമ്മയെയും മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒന്ന് കാണിച്ചു തരണേ കർത്താവേന്ന്. അതൊക്കെ ഇങ്ങനൊരവസ്ഥയിലേക്കായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുമാത്രമായിരുന്നു ഞാൻ അത്യാഗ്രഹമായി മോഹിച്ചു പോയത്. അത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം. ഈ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാണ്. ഒരിക്കൽ പോലും നിങ്ങളുടെ കൺമുമ്പിലേക്ക് കയറി വരാതിരിക്കാനും ഞാൻ ശ്രമിക്കും. പക്ഷേ എന്നെ ഇറങ്ങിപ്പോവാൻ നിങ്ങൾ അനുവദിക്കണം. എന്നതൊക്കെയാടാ സ്റ്റാൻലി ഇവളീ പറയുന്നത്? നീ ഏത് അനാഥാലയത്തിൽ നിന്നാണ് ഇവളെ ഈ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്? നീ എന്തൊക്കെ കഥകളാണ് ഈ പറയുന്നത്? നിങ്ങൾ തമ്മിൽ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ സ്റ്റാൻലി എന്നൊക്കെ അപ്പച്ചൻ പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അപ്പച്ചനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പച്ചനൊന്നും കേൾക്കാനും തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെയാണ്
അവൾ പറഞ്ഞത് മാത്രമാണ് ഇപ്പോൾ അപ്പച്ചൻ നിന്ന് കേട്ടത്. സ്റ്റാൻലി, നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം, പക്ഷെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നീയാണോ അവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അവൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അനുവദിച്ചാൽ ഞാൻ ഇന്നേക്കിന്ന് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന്. നീയാണോ അപ്പോൾ അവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? സ്റ്റാൻലിയുടെ വാക്കുകളെ മറികടന്നുകൊണ്ട് ആൻസി അപ്പച്ചന് നേരെ എതിർക്കുകയാണ്. അപ്പച്ചൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആൻസി പറയുന്നുണ്ട്, അപ്പച്ചൻ എന്നെ ഓർത്തിട്ടാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നതെങ്കിൽ എനിക്കെല്ലാം അറിയാം. നിങ്ങളെക്കാളേറെ ഒരിക്കലും സ്റ്റാൻലി ചായൻ എന്നെ ചതിച്ചിട്ടല്ല ഈ മകളെക്കുറിച്ചുള്ള കഥ അദ്ദേഹം പറയാൻ പോകുന്നത്. അപ്പച്ചന് തന്നെ ചിന്തിക്കാവുന്നതാണല്ലോ, നമ്മുടെ ഇവിടെയുള്ള മക്കളെക്കാളും മൂത്തതാണ് അവൾ. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ ഊഹിക്കാം, എനിക്ക് മുമ്പേ ഉണ്ടായതാണ് അവളുടെ അമ്മ എന്ന്. കൊച്ചേ, നീ എന്നതൊക്കെയാണ് ഈ പറയുന്നത്? ഈ അപ്പച്ചനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പച്ചൻ സമാധാനമായിട്ടൊന്നിരിക്കേ, എല്ലാം നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു തരാം. എനിക്കെല്ലാം അറിയാം അപ്പച്ച. എന്നോട് വിവാഹത്തിന് മുമ്പേ തന്നെ ഇച്ചായൻ എല്ലാം പറഞ്ഞതാണ്. പക്ഷേ ഇച്ചായൻ അറിയാതെ പോയൊരു കഥ അത് ഇവളെക്കുറിച്ച് മാത്രമായിരുന്നു. അങ്ങനെ ഒരു കഥ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഇച്ചായൻ പോലും അറിഞ്ഞത്. ആ സമയത്ത് ഇച്ചായന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ആയിരുന്നു. എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് ഇവൾ അന്ന് ഈ വീട്ടിലേക്ക് കയറി വന്നതും. അല്ല, അങ്ങനെയല്ല, ഇവളെ ഇച്ചായൻ കൊണ്ടുവന്നതും. അതിനുശേഷം ഇവളിവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇച്ചായന് അവളിലുള്ള എല്ലാ അവകാശങ്ങളും പൂർണ്ണമായിട്ടും തനിക്ക് മാത്രമായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ചിവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതാണ്. എനിക്കതിൽ എതിർക്കാനുള്ള അവകാശമില്ല അപ്പച്ച. കാരണം അദ്ദേഹത്തിൻ്റെ മകളാണ്. അത് വിവാഹത്തിന് മുമ്പേ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതുമാണ്. ബന്ധമോ? സ്റ്റാൻലിക്കോ? നീ എന്നതൊക്കെയായി പറയുന്നേ? അതെ അപ്പച്ച, അതാണ് ഞാൻ അപ്പച്ചനോട് പറഞ്ഞത്. എല്ലാ കഥകളും അപ്പച്ചൻ കേൾക്കാൻ തയ്യാറാകണമെന്ന്. എന്നാൽ അമ്മച്ചി വളരെ വിഷമത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അലീനയ്ക്ക് ആരുടെയും മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. വന്നു കയറിയ പിറ്റേ ദിവസം തന്നെ എല്ലാവരുടെയും ശത്രുവായി മാറിയല്ലോ കർത്താവേ എന്നായിരുന്നു അലീനയും ആ നിമിഷം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അലീനയുടെ അരികിലേക്ക് സ്റ്റാൻലി വന്ന് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാം കെട്ടടങ്ങുക തന്നെ ചെയ്യോ അലീന. കുറച്ച് സമയത്തെ ഈ കൊടുങ്കാറ്റ് അതൊന്ന് ശാന്തമായിക്കോട്ടെ. നീ ഒന്നുകൊണ്ട് വിഷമിക്കരുത്. നിനക്കൊരു വാക്ക് തന്നിട്ടാണ് നിൻ്റെ ഈ പപ്പ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇനി ഒരിക്കലും നിൻ്റെ ഈ കണ്ണ് ഞാനായിട്ട് നനയിക്കില്ലെന്ന്. അത് ഇന്നത്തോടുകൂടി നീ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ആ വാക്ക് ഈ പപ്പ തെറ്റിക്കില്ല. സ്റ്റാൻലിയുടെ വാക്കുകളൊക്കെ കേട്ട് നിന്നുകൊണ്ട് അപ്പച്ചന് ദേഷ്യം വരുന്നുണ്ട്. അപ്പച്ചൻ സ്റ്റാൻലിയോടായി പറയുന്നുണ്ട്, സ്റ്റാൻലി, എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം, നിൻ്റെ അമ്മച്ചിയെയും കൊണ്ട് തന്നെ. നിനക്ക് കൊണ്ടുവിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഊബർ ബുക്ക് ചെയ്ത് തന്നാൽ ഞാൻ അവളെയും കൊണ്ട് പോയിക്കോളാമെന്ന് ആൻസി അപ്പച്ചനോടായിട്ട് പറയാണ്. അപ്പച്ചനിപ്പോൾ അമ്മച്ചിയുമായിട്ട് പോവാൻ നിൽക്കരുത്. എനിക്ക് പറയാനുള്ളത് അപ്പച്ചൻ കേൾക്കണം. ഇന്നേ വരെ അപ്പച്ചൻ പറയുന്നതല്ലാതെ ഞങ്ങളാരും ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞിട്ടില്ലെന്ന് അപ്പച്ചന് നന്നായിട്ട് അറിയാമല്ലോ. ആ അപ്പച്ചൻ്റെ കാല് പിടിച്ച് ഞാൻ പറയാണ്, ഈ ഒരു വട്ടം അപ്പച്ചൻ എൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാൻ സമ്മതിക്കണമെന്ന്. ആൻസി അത് പറഞ്ഞതും അദ്ദേഹം ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ശുഭരാത്രി.